ഹലോ എവരി വൺ, നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് ദ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 189 ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുക നോക്കാം. ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ഈസ് 3 പൈ സെന്റിമീറ്റർ. അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് പിക്ചർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാ ഒരു സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന് സെൻറ്റർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ, ഇവിടെ സെൻട്രൽ ആംഗിൾ എന്താ, അതായത് കേന്ദ്രകോൺ എത്രയാണ്, ചാപത്തിന്റെ കേന്ദ്രകോൺ. ഇത് ഇതാ നമുക്കൊരു ഏകദേശം ഒരു 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണ്, അതിൻ്റെ ഒരു 40 ഏകദേശം എന്താ ഇത്ര വരും. ഇത് എത്രയാണ്, ഇത് 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ ഇതിന്റെ ഈ ആർക്കിന്റെ ലെങ്ത്, ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം, അതായത് ഇവിടെ നിന്ന് ഇത് വരല്ല, ഈ ഒരു ലെങ്ത് 3 പൈ സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 3 പൈ സെന്റിമീറ്റർ. ഇനി വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ? നമുക്ക് കാണേണ്ട സർക്കംഫറൻസ്, അതായത് ചുറ്റളവ്. അപ്പോൾ നമുക്ക് കാണേണ്ട എന്തൊക്കെയാണ്, സർക്കംഫറൻസ് കാണണം, സർക്കംഫറൻസും കാണണം, അതുപോലെ ഇതിന്റെ റേഡിയസും കാണണം. ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ അപ്പോൾ ചുറ്റളവും കാണണം, അതുപോലെ തന്നെ റേഡിയസും കാണണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ആർക്ക് ലെങ്ത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ആർക്ക് ലെങ്ത് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്, 2 പൈ ആർ ഇൻറ്റു എക്സ് ബൈ 360. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് സർക്കംഫറൻസ് ആണ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞത് സർക്കംഫറൻസിന് CF എന്നിട്ട് കേട്ടോ, ചുറ്റളവ്. നമുക്കറിയാം സർക്കംഫറൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ, എന്താണ്, യെസ് 2 പൈ ആർ ആണ് സർക്കംഫറൻസ് നമുക്കറിയാം. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എക്സും തന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നിരിക്കുന്നത്, നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്, ആർക്ക് ലെങ്ത്, നമുക്ക് ഇവിടെ തന്ന കാര്യങ്ങൾ ഇവിടെ എഴുതാം. ആർക്ക് ലെങ്ത് ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത്, 3 പൈ സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എക്സ്, സെൻട്രൽ ആംഗിൾ എക്സ് ഈക്വൽ ടു 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈക്വേഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയുണ്ട്, 2 പൈ ആർ ഇൻറ്റു എക്സ് നമുക്ക് തന്നിരിക്കണോ എത്രയാണ്, 40 ഡിവൈഡഡ് ബൈ 360 ഈക്വൽ ടു ആർക്ക് ലെങ്ത് നമുക്ക് എത്ര തന്നിരിക്കുന്നത്, 3 പൈ അല്ലേ. അപ്പോൾ 3 പൈ എന്ന് എഴുതി. നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മുടെ ഇക്വേഷനിൽ അതുപോലെ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊന്ന് ചെറുതാക്കാം. 0 കട്ട് ചെയ്തു. 4ഉം 36ഉം 4ന്റെ ടേബിളിൽ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 36 വരുന്നുണ്ടോ, യെസ്. 4ന്റെ ഗുണന പട്ടികയിൽ 46 വരുന്നുണ്ട്. നമുക്കറിയാം 9 × 4 ആണല്ലേ. അപ്പോൾ ഈ 4 കട്ട് ചെയ്തു, 36 കട്ട് ചെയ്തു, ഇവിടെ 9 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കി എന്താ വന്നത്, 2 പൈ ആർ ഇൻറ്റു ഇവിടെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ 1/9 ഈക്വൽ ടു 3 പൈ എന്ന് വന്നു. ഇനി നമുക്ക് എന്താ കാണേണ്ടത്, നമുക്ക് കാണേണ്ടത് ഇതാണ് കാണേണ്ടത്, 2 പൈ ആർ ഇവിടെ കിടക്കേണ്ടത്. 2 പൈ ആർ ഇൻറ്റു 1/9 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 പൈ ആർ മാത്രം ഇവിടെ നിർത്തുക, ഈ 1/9 ഇക്വേഷന്റെ അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ എന്ത് വരും, നമുക്ക് ഇവിടെ 2 പൈ ആർ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ കിട്ടില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിതാ ഈ 2 പൈ ആർ മാത്രം ഇവിടെ ഇട്ടേ, ഈക്വൽ ടു കൊടുത്തു. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ 1/9 ആണ്. അപ്പോൾ ഈ 9 ഇവിടെ ഡിവിഷൻ അല്ലേ ചെയ്തത്, 1 × 1 പറ, ഒരു നമുക്ക് × 1 എന്താണ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, കാരണം ഒരു വാല്യൂ നമുക്ക് വ്യത്യാസം വരില്ല. പക്ഷെ ഇവിടെ ഡിവൈഡഡ് ബൈ 9 വരുന്നുണ്ട്. ഈ 9 നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് തട്ടണം. ഈക്വൽ പറഞ്ഞാൽ എന്താണ്, ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഹരണമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും, നമ്മൾ പറഞ്ഞത് അത് ഗുണനായിട്ട് മാറും. അതായത് ഇവിടുത്തെ ഡിവിഷൻ അവിടെ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 9 അങ്ങോട്ട് പോകുമ്പോൾ ഓൾറെഡി ഇവിടെ എന്തുണ്ട്, 3 പൈ ഉണ്ട്. ഈ 9 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, × 9 ആവും. ഇനി ഇവിടെ 1നെ ഇൻറ്റു ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ 1 ഇട്ടാലും 1 ഇട്ടില്ലെങ്കിലും എന്താണ് നമ്മുടെ വാല്യൂലും എന്തെങ്കിലും വ്യത്യാസം വരുമോ, ഒരു വ്യത്യാസം വരില്ല. 1 കൊണ്ട് ഗുണിച്ചാലും 1 കൊണ്ട് ഹരിച്ചാലൊക്കെ നമുക്ക് നമ്മുടെ വാല്യൂ നമ്മുടെ ഇതിൽ ഒരു മാറ്റവും വരില്ല. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇനി 2 പൈ ആർ ഈക്വൽ ടു 3 × 9 എത്രയാണ്, യെസ് 27. അപ്പോൾ 3 × 9 27, പിന്നെ പൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്താ കിട്ടിയത്, സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവാണ് ഇപ്പോൾ കിട്ടിയത്. സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് 2 പൈ ആർ ഈക്വൽ ടു 27 പൈ എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ട എന്താണ്, നമുക്ക് ഈ ആറും കൂടി റേഡിയസും കൂടി കാണണ്ടേ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ആർ ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ കൊടുക്കാനും, അതായത് നമുക്ക് നമ്മുടെ ഒന്നും കൂടി എഴുതാണ്, 2 പൈ ആർ ഈക്വൽ ടു 27 പൈ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ആർ ഈക്വൽ ടു പറയുമ്പോൾ ഇവിടെ എന്താണ്, ശരിക്കും ഇവിടെ 2 പൈ ഇൻറ്റു ആർ ഈക്വൽ ടു 27 പൈ ആണ് ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്നത്. ഇനി ആറിന് മാത്രം ഇവിടെ നിർത്തുകയാണ് ആർ ഈക്വൽ ടു. ബാക്കി എന്താണ്, ഈ 2 പൈനെ അങ്ങോട്ട് കൊണ്ടുപോകണം, ഇക്വേഷൻ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ്റെ ഓൾറെഡി ഇവിടെ എന്തുണ്ട്, 27 പൈ ഉണ്ട്. ഇനി ഇവിടെ ഈ 2 പൈനെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഗുണിക്കാൻ ചെയ്തിരിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതാണ്. ഇക്വേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവുക, അത് ഹരണാവും അല്ലെങ്കിൽ ഡിവിഷൻ ആവും അല്ലേ. അപ്പോൾ 2 പൈനെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ
2 പൈ ആവും. അങ്ങനെ വന്നാൽ പൈയും പൈയാണ് ക്യാൻസലായി. അപ്പം എന്ത് വന്നു? 27 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. എന്താണ്? 27 ഡിവൈഡഡ് ബൈ 2. അപ്പം നമുക്ക് ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 2. ഇനി 27 ഡിവൈഡഡ് ബൈ 2 ജസ്റ്റ് ചെയ്ത് നോക്കാം. 1 ഇൻറ്റു 2 2 0 7 താഴേക്ക് വന്നു. 7 2 ഇൻറ്റു 3 6 ഇവിടെ 0 13.5 വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? R ഈസ് ഈക്വൽ ടു 13.5. അപ്പോൾ 13 റേഡിയസ് ആയിരുന്നു. R ഈക്വൽ ടു 13.5 സെന്റിമീറ്റർ എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടത് മനസ്സിലായല്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്നത് ആർക്ക് ലെങ്ത് ഈക്വൽ ടു 2πr ഇൻറ്റു എക്സ് ബൈ 360 നമുക്ക് ഇക്വേഷൻ അറിയാം. നമുക്ക് അതിലിവിടെ നമ്മുടെ 2πr, അതായത് ഈ സർക്കംഫറൻസും കാണാൻ പറ്റുന്നുണ്ട്, നമ്മളോട് ആറും കാണാൻ പറ്റുന്നുണ്ട്. ആർക്ക് ലെങ്ത് 3π തന്നിട്ടുണ്ട്, എക്സ് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ഡയറക്റ്റ് ആഡ് ചെയ്തു. 2πr ഇൻറ്റു 40 നമുക്ക് തന്നതാണ് ബൈ 360 ഈക്വൽ ടു ആർക്ക് ലെങ്ത്. നമുക്ക് ആർക്ക് ലെങ്ത് ഈക്വൽ ടു ഇക്വേഷൻ, അപ്പോൾ ഈക്വൽ ടു 3π കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഈ 2πr ഇൻറ്റു ഇത് നമുക്ക് കട്ട് ചെയ്ത് പോകുമ്പോൾ 1/9 വന്നു, ഈക്വൽ ടു 3π വന്നു. ഇതിന് ഇക്വേഷൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വന്നു? 2πr ഈക്വൽ ടു 3π ഇൻറ്റു 9 ഈക്വൽ ടു 27π എന്ന് കിട്ടി. എന്നിട്ട് അത് 6 ഈക്വൽ ടു നമ്മൾ ചെയ്യുമ്പോൾ 2π ഇങ്ങോട്ട് പോകും, പൈയും ക്യാൻസലായി. 27 ഡിവൈഡ് ബൈ 2 13.3 കിട്ടി.